അന്ത്യനാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പ്രവചനങ്ങൾ, അത് ചരിത്രപരമായി സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പല വീഡിയോകളിലായിട്ട് ചെക്ക് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് കാലത്ത് പ്രവചിച്ച, എന്നാൽ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നേർ അനുഭവത്തിൽ, ഇത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വിശ്വാസികളോ അവിശ്വാസികളോ ആരും ആയിക്കോട്ടെ, നിങ്ങൾക്കെല്ലാവർക്കും അതെ എന്ന് പറയാൻ പറ്റുന്ന നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തിലുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 3-4 ഹദീസുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോക്കേണ്ടത് 7-ാം നൂറ്റാണ്ടിൽ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇന്ന കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളത്. ഇന്ന് നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോൾ മുഹമ്മദ് നബി പറഞ്ഞ ആ ഒരു ഡയറക്ഷനിൽ തന്നെയാണോ കാര്യങ്ങൾ നടക്കുന്നത്, അതല്ല വേറെന്തെങ്കിലും ആണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വയം ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. ഈ പറയുന്ന ഹദീസുകൾ വായിച്ചാൽ തന്നെ ധാരാളമാണ്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്ന പ്രവചനങ്ങൾ. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തേത് നമ്മൾ നോക്കുന്നത് സ്വഹീഹുൽ ബുഖാരിയിൽ 80-ാമത്തെ ഹദീസാണ്. ആ ഹദീസിൽ പ്രധാനമായിട്ട് പറയുന്നത് അന്ത്യനാളിന് തൊട്ടു മുമ്പായി പലിശയും വ്യഭിചാരവും മദ്യപാനവും പരസ്യമാവുകയും വ്യാപിക്കുകയും ചെയ്യും. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. പലിശ, വ്യഭിചാരം, മദ്യപാനം. ഈ 3 കാര്യങ്ങൾ പരസ്യമാകും, വ്യാപിക്കും. അത് ഒരുപാട് ആളുകൾ ചെയ്യുമെന്ന് മാത്രമല്ല, വ്യാപിക്കുന്നു മാത്രമല്ല, അത് പരസ്യമായി ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. ഈ 3 കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കാം. പലിശ അല്ലേ, പലിശയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്ന് എല്ലാ നിലക്കും പലിശ എന്ന് പറയും അത്രമേൽ വ്യാപകമായ, അത്രമേൽ നോർമലൈസ് ചെയ്യപ്പെട്ടൊരു കാര്യമാണ് അല്ലേ. ക്രെഡിറ്റ് കാർഡുകളുടെ കാലമാണ്. അതേപോലെ തന്നെ ബാങ്കിങ് അല്ലേ, എല്ലാവർക്കും അതിനോട് ഏതെങ്കിലും നിലക്ക് ബന്ധമില്ലാത്ത രൂപത്തിൽ, പോകാൻ പറ്റാത്ത രൂപത്തിൽ, എന്നാൽ പോലും നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ പോലും ആ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ പലിശ മാറ്റിവെച്ച് ആണ് മുന്നോട്ട് പോകുന്നത്. അത് വേറെ കാര്യം. പക്ഷേ ഞാൻ പറയുന്നത് അത്രമേൽ നോർമലൈസ് ചെയ്യപ്പെട്ട രൂപത്തിൽ ക്രെഡിറ്റ് കാർഡുകളിലൂടെ, EMI-കളിലൂടെ അത്രമേൽ പലിശ വ്യാപകമാവുകയും അത് പരസ്യമായി അത് എടുക്കാൻ ലോൺ എടുക്കുക, അല്ലെങ്കിൽ ലോൺ ആപ്പുകൾ, ഒരുപാട് ലോൺ ആപ്പുകളാണ് അല്ലേ. അത്ര സിമ്പിളായിട്ട്, അത്രയും നോർമലൈസ്ഡ് ആയിട്ട് പലിശ എന്ന് പറയുന്ന കാര്യത്തിനോട് നമുക്ക് ആ രൂപത്തിൽ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന നിങ്ങൾക്കൊരു പക്ഷേ പലിശക്ക് എന്താ കുഴപ്പം എന്നൊക്കെ ആലോചിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, മുഹമ്മദ് നബി അന്നത് പറഞ്ഞു, അത് അതേ രൂപത്തിൽ തന്നെയാണോ സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ മാത്രം മതി. ഓക്കെ, രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത് വ്യഭിചാരം അല്ലേ. വ്യഭിചാരം അത് വ്യാപകമാകും, പരസ്യമാകും. ഇത് ഏത് കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്? നമ്മുടെ മൊബൈൽ എടുത്ത് നോക്കിയാൽ മതി അല്ലേ. നമ്മുടെ ഓരോരുത്തരുടെയും മൊബൈൽ എടുത്തു നമ്മൾ ഈ അനാവശ്യമായ അശ്ലീല കണ്ടന്റ് ഒന്നും കാണണ്ട, ഇല്ലാതെ തന്നെ നമ്മുടെ ഫീഡുകളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ ഏത് രൂപത്തിലാണ്? നമുക്കറിയാം, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടുള്ള വ്യഭിചാരം, അശ്ലീലങ്ങൾ കാണുക, കാതുകൊണ്ടുള്ളത് അശ്ലീലങ്ങൾ കേൾക്കുക, അതേപോലെ തന്നെ ലൈംഗിക അവയവങ്ങൾ കൊണ്ടുള്ള വ്യഭിചാരം, നേർക്ക് നേർ നമ്മൾ പറയുന്ന വ്യഭിചാരം എന്ന് പറയുന്നത്, ഈ കാര്യങ്ങളെല്ലാം വ്യഭിചാരത്തിൽപ്പെട്ടതാണ്. ഇത് അത്രമേൽ നോർമലൈസായി അത് പരസ്യമാവുകയും ചെയ്തു അല്ലേ. ഓൺലി ഫാൻസ് പോലെയുള്ള, അതുപോലെ ഒരുപാട് തരത്തിലുള്ള അതിനുവേണ്ടി മാത്രമായി ശരീരം വിൽക്കാൻ വേണ്ടിയുള്ള ആപ്പുകളുള്ള കാലമാണിത്. ഇൻസ്റ്റഗ്രാം പോലെയുള്ള, ഫേസ്ബുക്ക് പോലെയുള്ള, പിന്നെ ഈ സോഷ്യൽ മീഡിയകളിൽ പോലും സബ്സ്ക്രിപ്ഷനുകൾ. എന്താണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ? പൈസ കൊടുത്തിട്ട് ഈ ശരീരം വിൽക്കുക അല്ലെങ്കിൽ ശരീരം കാണുക, ആ രൂപത്തിൽ അത് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാം. എല്ലാ സബ്സ്ക്രിപ്ഷനും അങ്ങനെയാണെന്നല്ല പറയുന്നത്, മറിച്ച് ആ രൂപത്തിൽ അത് ഉപയോഗിക്കുന്നത് നമുക്ക് കാണുകയാണ്. അതേപോലെ തന്നെ ഡേറ്റിംഗ് ആപ്പുകൾ, ഒരുപാട് ഡേറ്റിംഗ് ആപ്പുകൾ നമ്മൾ കാണുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വിരൽത്തുമ്പിൽ, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ വിരൽത്തുമ്പിലേക്ക് എത്തുന്ന ഒരവസ്ഥ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ നമ്മൾ ആലോചിക്കുക, മുഹമ്മദ് നബി അന്ന് പ്രവചിച്ചു, അത് വ്യാപകമാകും, അതേപോലെ തന്നെ പരസ്യമാവുകയും ചെയ്തു. ഇന്നത്തോളം വ്യഭിചാരം പരസ്യമായ വ്യാപകമായ ഒരു കാലഘട്ടം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കാം. അത്രമേൽ വ്യാപകമായി അത് സംഭവിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തത് പറഞ്ഞത് മദ്യപാനം അല്ലേ. മദ്യപാനം, ലഹരിയും മദ്യപാനവും അത് ഒരുമിച്ചാണ് ഇസ്ലാം എണ്ണിയിട്ടുള്ളത്. അത് വ്യാപകമാകും അല്ലേ, പരസ്യങ്ങളിലൂടെ. ഏത് സോഷ്യൽ മീഡിയ എടുത്താലും, മീഡിയ എടുത്ത് നോക്കിയാലൊക്കെ അതിലൊക്കെ വളരെ പരസ്യമായി യാതൊരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ മദ്യപാനം, ലഹരി എന്ന് പറയുന്ന ഒരു സാധനം നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്നുള്ളത് മുഹമ്മദ് നബി അന്ന് പ്രവചിക്കുന്നു, ഇന്ന് നമ്മൾ അനുഭവിക്കുന്നു. ഇതിനോട് ചേർത്തുകൊണ്ട് വായിക്കേണ്ടത് മറ്റൊരു ഹദീസാണ്. അബൂദാവൂദ് 3688 ഹദീസാണ്. അതിൽ പറയുന്നത്, നിശ്ചയം എൻ്റെ ഉമ്മത്തിൽ, അതായത് മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ മുസ്ലിങ്ങളിൽ തന്നെ ഒരു വിഭാഗം മദ്യം കുടിക്കും. അതൊരു പ്രവചനമാണ്. മുസ്ലിങ്ങളിൽ തന്നെ മദ്യം ഉപയോഗിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ, മുസ്ലിങ്ങളിൽ തന്നെ പെട്ട ആളുകൾ ഉണ്ടാകും എന്നുള്ളത്. അതുമാത്രമല്ല, അതിന് ചേർത്തുകൊണ്ട് മറ്റൊരു കാര്യം കൂടി പറയാണ്, അവർ അതിന് അതിൻ്റേതല്ലാത്ത പേര് നൽകുന്നതാണ്. കള്ള് എന്നല്ല പേര്, അല്ലെങ്കിൽ മദ്യം എന്നല്ല പേര്, മറ്റ് പേരുകളിൽ. ഇപ്പോൾ അല്ലേ, നമുക്കിപ്പോൾ അറിയുന്നൊരു കാര്യമാണ്, അത് മദ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പല പേരുകളിൽ ഇതേ കാര്യം, അതായത് ലഹരി അല്ലെ, ലഹരിക്ക് എത്രത്തോളം പേരുകളാണ്, എത്രത്തോളം പുതിയ പുതിയ പേരുകൾ ഓരോ ദിവസവും പേര് വരുന്ന രൂപത്തിൽ നമ്മൾ കാണുകയാണ്. ഇങ്ങനെയുള്ള മറ്റ് പേരുകൾ കൊടുത്തുകൊണ്ട് അത് ഉപയോഗിക്കുക.
അവർ അതിൻ്റേതല്ല, അത് മദ്യം എന്നല്ലാത്ത മറ്റു പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുന്ന അവസ്ഥ വരും എന്നുള്ളത് നമുക്ക് കാണുകയാണ്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കൂടിയ അളവിൽ ഒരു കാര്യം ലഹരി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ചെറിയ അളവിൽ ഉപയോഗിക്കുന്നതും തിന്മയാണ്. എന്ന് വെച്ചാൽ ലഹരി എന്ന് പറയുന്നതിൻ്റെ ഒരു ചെറിയ അളവ് പോലും ദർ ഇസ് നോ സേഫ് യൂസേജ്, അത്രത്തോളം കൃത്യമായിക്കൊണ്ട് ആ ലഹരിയുടെ കവാടം കൊട്ടിയടച്ച ആ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ആ മുസ്ലിം സൊസൈറ്റിയുടെ ഭാഗമായവരിൽ തന്നെ ഇത്തരം ആളുകൾ ഉണ്ടാകും എന്നുള്ളത് ഒരു പ്രവചനമാണ്. ഇന്ന് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങളിൽപ്പെട്ട കള്ളുകുടിയന്മാരെയും അല്ലെങ്കിൽ കള്ള് എന്ന് പേര് കൊടുക്കാതെ മറ്റു പേരുകളിൽ അത് ചെയ്യുന്ന ആളുകളെയും നമ്മൾ കാണുകയാണ്. ഇനി മറ്റൊരു ഹദീസിലേക്ക് നമുക്ക് പോകാം. മറ്റൊരു പ്രവചനമാണ് അന്ത്യനാളിന് മുമ്പ് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ എണ്ണി പറയുകയാണ്. സഹീഹുൽ ബുഖാരി 1036 ഹദീസിൽ അന്ത്യനാളിന് മുമ്പ് സംഭവിക്കുന്ന 5ഓളം കാര്യങ്ങൾ എണ്ണി പറയുകയാണ്. അതിലൊന്നാമത്തെ ഒരു കാര്യം അറിവ് ഉയർത്തപ്പെടുക എന്നുള്ളതാണ്. അറിവ് ഉയർത്തപ്പെടുക. അപ്പോൾ അറിവ് ഉയർത്തപ്പെടുക എന്നാൽ അറിവ് ഇങ്ങനെ കുറഞ്ഞു വരുന്നൊരു അവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ മരണം എന്നുള്ളതൊക്കെ നമുക്ക് മറ്റ് ഹദീസുകളിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് നേരിട്ട് അനുഭവിക്കുന്നൊരു കാര്യമാണ്. അതെന്ന് വെച്ചാൽ മുൻകാലത്തുള്ള പണ്ഡിതന്മാർ അവരുടെ ചരിത്രമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവരെഴുതിയ ഗ്രന്ഥങ്ങളുടെ എണ്ണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക, ഇന്ന് പുസ്തകം എഴുതുക, ഗ്രന്ഥം എഴുതുക എന്ന് പറഞ്ഞാൽ എത്ര സിമ്പിളാണ് അല്ലേ. നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരുപാട് ടൂളുകളുണ്ട് അല്ലേ, ടൈപ്പിംഗ് ടൂളുകൾ, AI ടൂളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ എത്ര ഗ്രന്ഥങ്ങളാണ് എഴുതുക, എത്ര പുസ്തകം എഴുതുക അല്ലേ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു പണ്ഡിതനാണെങ്കിലും അല്ലെങ്കിൽ ഏത് മറ്റ് ഇസ്ലാമികമാണെന്ന് വേണ്ട, വേറെ തരത്തിലുള്ളതാണെങ്കിലും എത്ര പുസ്തകങ്ങൾ എഴുതുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ മുമ്പ് ഇത്രയൊന്നും സൗകര്യമില്ലാതിരുന്ന, അച്ചടിയോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ആ മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതിക്കൂട്ടിയ ഗ്രന്ഥങ്ങൾ ഒരുപക്ഷെ വായനശാലകളിൽ പോലും കൊള്ളാത്ത രൂപത്തിൽ അത്ര ഓരോരുത്തരും എഴുതിയ ഗ്രന്ഥങ്ങളുടെ എണ്ണം അല്ലേ. ആ ഗ്രന്ഥങ്ങൾ മുഴുവൻ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റില്ല, വായിച്ചു തീർക്കാൻ പോയിട്ട് അതിൻ്റെ ടൈറ്റിലുകൾ അല്ലെങ്കിൽ ആ പുസ്തകത്തിൻ്റെ പേരുകൾ പഠിച്ചു തീർക്കാൻ പോലും നമുക്ക് പറ്റാത്ത അത്രയും ഗ്രന്ഥങ്ങൾ അവരെഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം അറിവ് കൂടിയവരായിരുന്നു അവർ, മുൻഗാമികളായ പണ്ഡിതന്മാർ. പക്ഷെ ഇപ്പോൾ നമ്മൾ വളരെയധികം അറിവിൻ്റെ വിഷയത്തിൽ വളരെ പിന്നോട്ട് ഉള്ള ഒരു സമൂഹമാണ് അല്ലെങ്കിൽ ഒരു കാലഘട്ടമാണ് നമ്മുടേത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു അടയാളമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഭൂകമ്പങ്ങൾ വർദ്ധിക്കുക എന്നുള്ളതാണ്. ഭൂകമ്പങ്ങൾ, എർത്ത് ക്വേക്സ്, അത് വർദ്ധിക്കുന്ന ഒരവസ്ഥ അന്ത്യനാളിനോട് അടുത്തുണ്ടാവും എന്നുള്ളത് കാണാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു കാര്യം സമയം ചുരുങ്ങുക എന്ന് വെച്ചാൽ സമയം പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു കാര്യം. നമ്മളെല്ലാവരുടെയും അനുഭവത്തിലുള്ളൊരു കാര്യമാണ് അല്ലേ. എത്ര പെട്ടെന്നാണല്ലേ കഴിഞ്ഞത് എന്ന് നമ്മളിങ്ങനെ പൊതുവെ പറയുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സമയം പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരവസ്ഥ ഈ അന്ത്യനാളിനോടടുത്ത് ഉണ്ടാവും എന്നുള്ളത്. നമ്മളിത് ഓരോന്നും കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് റസൂലിൻ്റെ പ്രവചനമാണ്, മുഹമ്മദ് നബിയുടെ പ്രവചനമാണ്. ആ ഒരു ഡയറക്ഷനിൽ തന്നെയാണോ നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ? അതായത് ഒരു ഉദാഹരണത്തിന് മുഹമ്മദ് നബി പറയാണ് വ്യഭിചാരം വർദ്ധിക്കുമെന്ന്. എന്നിട്ട് നമ്മൾ കാണുകയാണ് സൊസൈറ്റിയിൽ ഇങ്ങനെ വ്യഭിചാരം കുറഞ്ഞു കാണുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്ത് കാണാൻ പറ്റും? പ്രവചിച്ചതൊന്ന് നടക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണല്ലോ നമുക്കൊന്ന് ആലോചിക്കാം അല്ലേ. പക്ഷേ ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് അതേ ഡയറക്ഷനിലാണോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ പോകുന്നത്? സിമ്പിളാണ്. മുഹമ്മദ് നബി എന്ത് പ്രവചിച്ചോ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഈ ലോകത്തിൻ്റെ പോക്ക് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സമയം ചുരുങ്ങുന്ന, സമയം പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരവസ്ഥ നമുക്ക് ഓരോരുത്തരുടെയും അനുഭവത്തിൽ ഉണ്ടാകും എന്നുള്ളത് കാണുന്നു. അതേപോലെ തന്നെ കുഴപ്പങ്ങൾ, അതായത് ഫിത്നകൾ വർദ്ധിക്കും എന്നുള്ളതാണ്. നമുക്ക് ലോകമെപ്പാടും നമ്മളത് പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമില്ല, ഒരുപാട് പ്രശ്നങ്ങൾ അല്ലേ, കുഴപ്പങ്ങളിങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ സാധാരണ പറയും ആധുനിക ലോകമാണ്, കുഴപ്പം കുറയുന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞു. പക്ഷേ ആ എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് കുഴപ്പങ്ങളുടെ വ്യാപകമായൊരവസ്ഥ അല്ലേ, അത്രമേൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും എല്ലാം ഈ ഓരോ കാലഘട്ടം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട യുദ്ധങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് അല്ലേ. ഈ മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട യുദ്ധങ്ങളെല്ലാം ഈ കഴിഞ്ഞ 1-2 നൂറ്റാണ്ടുകളിലാണല്ല. ആറ്റം ബോംബ് വർഷിപ്പിച്ച് 10,000-കണക്കിന് ആളുകളെ കൊന്നത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലാണ്. അതേപോലെ തന്നെ ലോകമഹായുദ്ധങ്ങൾ അല്ലെ, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഇപ്പോഴും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ലോകത്തിൻ്റെ പല ഭാഗങ്ങളും കത്തിക്കൊണ്ടിരിക്കുകയാണ്, പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, കുഴപ്പങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണ് ഫർജ്, അതായത് കൊലപാതകങ്ങൾ വർദ്ധിക്കുക എന്നുള്ളത്. കൊലപാതകങ്ങളുടെ വിഷയത്തിലുള്ള ആ ഒരു വർധനവ് നമ്മൾ ഓരോരുത്തരുടെയും അനുഭവത്തിലുള്ളതാണ്. നമ്മൾ വാർത്തകളിലൂടെ നിരന്തരം വായിക്കുകയാണ് അല്ലേ. നമുക്ക് മുമ്പൊക്കെ എന്ന് വെച്ചാൽ കൊലപാതകം എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ തമ്മിലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് ശത്രുക്കൾ എന്നല്ല, സ്വന്തം വീട്ടിലുള്ള
സ്വന്തം അമ്മയെ, സ്വന്തം അച്ഛനെ, സ്വന്തം മക്കളെ, അതേപോലെ തന്നെ സ്വന്തം ഇണയെ ഒക്കെ കുത്തിക്കൊല്ലുക, അല്ലെങ്കിൽ പല കാര്യങ്ങൾ പല രൂപത്തിൽ അവരെ വധിക്കുക എന്നുള്ളതൊക്കെ വളരെ വ്യാപകമാവുകയും അത് വളരെ നോർമലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന, അത് വ്യാപിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ കാണുകയാണ്. അത്തരമൊരവസ്ഥ ഉണ്ടാകും എന്നുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമായി നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഇതുപോലെ ഇതിൻ്റെ തുടർച്ചയായി മറ്റൊരു ഹദീസ് കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. ആ ഹദീസിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു കാര്യം, എൻ്റെ സമുദായത്തിൽ സംഗീതോപകരണങ്ങളും നർത്തകിമാരും വ്യാപകമാവുകയും മദ്യം അനുവദനീയമാക്കപ്പെടുകയും ചെയ്താൽ കാലാവസാനത്തിൽ ഭൂകമ്പവും ചരൽ വർഷവും രൂപമാറ്റവും ശിക്ഷയായി ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ, അതായത് മുഹമ്മദ് നബിയുടെ സമുദായത്തിലടക്കം മുസ്ലിങ്ങളിലടക്കം സംഭവിക്കുന്ന വ്യാപകമാകുന്ന കാര്യങ്ങളാണ് സംഗീതോപകരണങ്ങൾ, നർത്തകിമാർ, അതേപോലെ തന്നെ മദ്യം. ഈ മൂന്ന് കാര്യങ്ങളും നേരത്തെ മദ്യത്തിൻ്റെ കാര്യം നേരത്തെ തന്നെ സൂചിപ്പിച്ചു അല്ലേ. സംഗീതോപകരണം ഇപ്പം നമ്മൾ കാണുന്നത് നമ്മുടെ കേരളത്തിലേക്കടക്കം വലിയ മ്യൂസിക് കൺസേർട്ടുകൾ വളരെ വ്യാപകമാവുകയാണ് അല്ലേ. മുമ്പില്ലാത്ത രൂപത്തിലുള്ള ഈ സംഗീതം ഉപയോഗിച്ചുകൊണ്ടുള്ള കൺസേർട്ടുകളും അത്തരത്തിലുള്ള പ്രോഗ്രാമുകളും ഇവൻറ്റുകളും വളരെ വ്യാപകമാവുകയും ഏതുവരെയും ചോദിച്ചാൽ ഈ മുസ്ലിംകൾ എന്ന് പറയുന്ന, ഇപ്പം മുസ്ലിം സമുദായ പാർട്ടികൾ പോലും അവരുടെ രാഷ്ട്രീയ പ്രോഗ്രാമുകളിലാണെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലാണെങ്കിലും അവിടെയൊക്കെ ആളൊന്നു കൂടണമെന്നുണ്ടെങ്കിൽ സംഗീതോപകരണങ്ങൾ വേണം, അല്ലെങ്കിൽ മ്യൂസിക് കൺസേർട്ടുകൾ വേണം, അല്ലെങ്കിൽ ഗാനമേളകൾ വേണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു അനുഭവമാണ് അല്ലേ. ആ ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നർത്തകിമാർ അല്ലേ. നർത്തകിമാർ ഡാൻസ് പ്രോഗ്രാമുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യാപകമാവുക. അത് ഏതുവരെ നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ അത് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് കുറേ ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ ഡാൻസ് ചെയ്യുക എന്ന് പറയുന്നത് അത് അത്രമേൽ വ്യാപകമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. മദ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് നമുക്ക് നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ അത്രമേൽ വ്യാപകമാവുകയും അതിന് ലഹരിക്ക് വിവിധ പേരുകൾ ഇടുന്നതൊക്കെ നമ്മൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച ഈ കാര്യങ്ങളെല്ലാം ആ ഡയറക്ഷനിൽ തന്നെയാണ് ലോകം സഞ്ചരിച്ചിട്ടുള്ളത്, അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നേർക്കുനേർ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അന്ത്യനാളിനോട് അടുത്തുകൊണ്ട് സംഭവിക്കുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഹമ്മദ് നബിയുടെ മറ്റ് പ്രവചനങ്ങളടക്കം നമുക്ക് പരിശോധിക്കാം. ഇനിയുള്ള വീഡിയോകളിൽ അത്തരം വിഷയങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം. ഇൻഷാ അല്ലാഹ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.